എതിരില്ലാത്ത തൊഴിലവസരങ്ങളും വേഗത്തിലുള്ള ജീവിത സാഹചര്യങ്ങളും തേടിയാണ് ദശലക്ഷക്കണക്കിന് മലയാളികൾ യുഎഇയിലേക്ക് കുടിയേറുന്നത്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഈ മരുഭൂമിയിലെ അത്ഭുത രാജ്യം ഭരണ നിർവഹണത്തിലും ദൈനംദിന ജീവിതത്തിലും പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതികവിദ്യയിലേക്ക് മാറിയിട്ട് നാളുകളേറെയായി. ഓഫീസുകൾ കയറിയിറങ്ങി സമയം പാഴാക്കാതെ സ്വന്തം സ്മാർട്ട് ഫോണിലെ ഏതാനും ക്ലിക്കുകളിലൂടെ വലിയ സങ്കീർണതകൾ പരിഹരിക്കാൻ സാധിക്കുന്ന സ്മാർട്ട് ഗവേണൻസ് സംവിധാനമാണ് യുഎഇ വാഗ്ദാനം ചെയ്യുന്നത്. എന്നിരുന്നാലും കൃത്യമായ അറിവില്ലായ്മ മൂലം നിസ്സാരമായ ആവശ്യങ്ങൾക്കായി ജനസേവന കേന്ദ്രങ്ങളിലേക്ക് ഓടുകയും ഇടനിലക്കാരുടെ ചതിക്കുഴികളിൽ വീണ് പണം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവാസികളുടെ എണ്ണം കുറവൊന്നുമല്ല. സാങ്കേതികവിദ്യ വിരൽത്തുമ്പിൽ ലഭ്യമായിട്ടും അതെങ്ങനെയെല്ലാം ഉപയോഗിക്കണമെന്ന് അറിയാത്തതാണ് പലരെയും കുഴപ്പത്തിലാക്കുന്നത്. വിസ പുതുക്കൽ മുതൽ ബാങ്ക് അക്കൗണ്ടുകൾ മാനേജ് ചെയ്യുന്നതുവരെയും തൊഴിൽപരമായ പരാതികൾ നൽകുന്നതുവരെയും പ്രവാസ ജീവിതം സുഗമമാക്കാൻ സഹായിക്കുന്ന 6 സുപ്രധാന മൊബൈൽ ആപ്ലിക്കേഷനുകളെക്കുറിച്ചും അവയുടെ പ്രവർത്തന രീതികളെക്കുറിച്ചും നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ആദ്യത്തേത് യുഎഇ പാസ്. യുഎഇയിലെ മുഴുവൻ ഡിജിറ്റൽ സർവീസുകൾക്കുമുള്ള പ്രധാന വാതിലാണ് യുഎഇ പാസ്. സർക്കാർ, സ്വകാര്യ മേഖലകളിലെ നൂറുകണക്കിന് സേവനങ്ങൾക്കായി വ്യത്യസ്ത യൂസർ നെയിമുകളും പാസ്വേഡുകളും ഓർത്തുവെക്കുന്നതിൽ നിന്ന് മുക്തി നൽകുന്ന ഈ ആപ്പ് ഓരോ പൗരന്റെയും പ്രവാസിയുടെയും ഡിജിറ്റൽ ഐഡന്റിറ്റിയായി പ്രവർത്തിക്കുന്നു. ഒരിക്കൽ അക്കൗണ്ട് തുറന്ന് എമിറേറ്റ്സ് ഐഡിയുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റാപ്പുകളിലും വെബ്സൈറ്റുകളിലും യാതൊരു ലോഗിൻ സങ്കീർണതകളുമില്ലാതെ പ്രവേശിക്കാൻ സാധിക്കും. പേപ്പർ രഹിത ഇടപാടുകൾ സുഗമമാക്കുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ സൗകര്യവും ഇതിലുണ്ട്. അതായത് ഔദ്യോഗിക കരാറുകളിലോ പ്രമാണങ്ങളിലോ ഡിജിറ്റലായി ഒപ്പുവെക്കാൻ ഇത് പ്രവാസികളെ സഹായിക്കുന്നു. യുഎഇയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ആദ്യം ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതും ഉപയോഗക്രമം പഠിച്ചിരിക്കേണ്ടതുമായ മാസ്റ്റർ കീയാണിത്. രണ്ടാമത്തത് ഇത്തിഹാദ് ക്രെഡിറ്റ് ബ്യൂറോ ആപ്പ്. അതായത് ഇന്ത്യയിലെ സിവിൽ സ്കോറിന് സമാനമായി യുഎഇയിലെ സാമ്പത്തിക വിശുദ്ധിയും ഉത്തരവാദിത്തവും അളക്കുന്ന സംവിധാനമാണ് ഇത്തിഹാദ് ക്രെഡിറ്റ് ബ്യൂറോ. യുഎഇയിൽ പുതിയ ക്രെഡിറ്റ് കാർഡുകൾ, വാഹന ലോണുകൾ, വ്യക്തിഗത വായ്പകൾ എന്നിവ ലഭിക്കണമെങ്കിൽ മികച്ച AECB സ്കോർ അത്യന്താപേക്ഷിതമാണ്. ഇത്തിഹാദ് ക്രെഡിറ്റ് ബ്യൂറോയുടെ ഔദ്യോഗിക ആപ്പ് വഴി ഏതൊരാൾക്കും തങ്ങളുടെ സാമ്പത്തിക റെക്കോർഡുകൾ നിരീക്ഷിക്കാൻ സാധിക്കും. ചെറിയൊരു ഫീസ് നൽകി സ്വന്തം ക്രെഡിറ്റ് സ്കോർ കണ്ടെത്താൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. ഇതിനു പുറമെ സ്വന്തം പേരിൽ എന്തെങ്കിലും സാമ്പത്തിക നിയമ നടപടികളോ ചെക്ക് ബൗൺസ് ഉൾപ്പെടെയുള്ള ക്രെഡിറ്റ് തടസ്സങ്ങളോ നിലവിലുണ്ടോ എന്ന് മനസ്സിലാക്കാനും ഈ ആപ്പിലെ വിശദമായ ക്രെഡിറ്റ് റിപ്പോർട്ട് സഹായിക്കുന്നു. വായ്പാ തിരിച്ചടവുകളിലും ക്രെഡിറ്റ് കാർഡ് ബില്ലുകളിലും വീഴ്ച വരുത്താതെ നോക്കാൻ ഈ വിവരങ്ങൾ പ്രവാസികളെ സഹായിക്കും. അടുത്തത് TDRA ആപ്പ്. ടെലികോം ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഔദ്യോഗിക ആപ്പാണ് TDRA. നമ്മുടെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് ആകെ എത്ര മൊബൈൽ സിം കാർഡുകൾ എടുത്തിട്ടുണ്ട് എന്നറിയാൻ ഈ ആപ്പിലെ ഹെസാബി സേവനം വഴി സാധിക്കും. നമ്മുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ആരെങ്കിലും പേരിൽ സിമ്മുകൾ എടുത്ത് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ പ്രധാന ടെലികോം സേവന ദാതാക്കളായ ഡു, എത്തിസലാത്ത് എന്നിവയിൽ നിന്നുള്ള സേവനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെതിരെ പരാതി സമർപ്പിക്കാനും തടസ്സമില്ലാത്ത ആശയവിനിമയം ഉറപ്പാക്കാനും ഇതിൽ സൗകര്യമുണ്ട്. അടുത്തത് MOI ആപ്പ്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സേവനങ്ങൾ ഏകീകരിക്കുന്ന പ്രധാന ആപ്പാണ് MOI. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ, വാഹന രജിസ്ട്രേഷൻ വിവരങ്ങൾ പുതുക്കൽ തുടങ്ങിയ മോട്ടോർ വാഹന ആവശ്യങ്ങൾക്കാണ് ഈ ആപ്പ് ഉപയോഗിക്കാവുന്നത്. വിദേശത്തോ നാട്ടിലോ പുതിയ ജോലികൾക്ക് ശ്രമിക്കുമ്പോഴും മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കും അത്യന്താപേക്ഷിതമായ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തികച്ചും ലളിതമായി ഈ ആപ്പിലൂടെ അപേക്ഷിച്ച് നേടാം. സൈബർ ആക്രമണങ്ങൾ, സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവയ്ക്കെതിരെ എളുപ്പത്തിൽ ക്രൈം പരാതികൾ രജിസ്റ്റർ ചെയ്യാനും ഇത് സഹായിക്കുന്നു. അടുത്തത് മോഹറെ ആപ്പ്. യുഎഇ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ ആപ്പാണ് തൊഴിൽ മേഖലയിൽ പ്രവാസികളുടെ ഏറ്റവും വലിയ സംരക്ഷകൻ. ഒരു തൊഴിലാളി ജോലിയിൽ പ്രവേശിക്കുമ്പോൾ കമ്പനിയുമായി ഒപ്പുവെക്കുന്ന ലേബർ കോൺട്രാക്റ്റ്, ലേബർ കാർഡ് എന്നിവയുടെ ഡിജിറ്റൽ പകർപ്പുകൾ ഈ ആപ്പിൽ ലഭ്യമാണ്. ശമ്പള കുടിശ്ശിക, ഗ്രാറ്റുവിറ്റി, അനാവശ്യമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിടൽ തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ തൊഴിലുടമയ്ക്കെതിരെ ഔദ്യോഗികമായി പരാതി നൽകാൻ ഇതിലൂടെ സാധിക്കും. ഇതോടൊപ്പം തൊഴിലാളിയുടെ പേരിൽ ഒളിച്ചോടി എന്ന രീതിയിലുള്ള അബ്സ്കൗണ്ടിംഗ് കേസ് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും മോഹറെ ആപ്പ് പ്രവാസികളെ സഹായിക്കുന്നു. അടുത്തത് ICP ആപ്പ്. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ ആപ്പാണ് യുഎഇ പ്രവാസികളുടെ വിസ സംബന്ധമായ വിവരങ്ങളുടെ പ്രധാന കേന്ദ്രം. ഫിസിക്കൽ പാസ്പോർട്ടോ ഒറിജിനൽ എമിറേറ്റ്സ് ഐഡിയോ കൈവശമില്ലാത്ത അടിയന്തര സാഹചര്യങ്ങളിൽ എമിറേറ്റ്സ് ഐഡിയുടെയും റെസിഡൻസ് വിസയുടെയും ഒഫീഷ്യൽ ഡിജിറ്റൽ കോപ്പികൾ ഈ ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പ്രവേശന വിസകളുടെ അവസ്ഥ അറിയാനും വിസ പുതുക്കലുകൾ നിരീക്ഷിക്കാനും ഈ ആപ്പ് അത്യന്താപേക്ഷിതമാണ്. സ്മാർട്ടാകാം, പ്രവാസം സുരക്ഷിതമാക്കാം. സാങ്കേതികവിദ്യ അതിവേഗം വികസിക്കുന്ന പുതിയ കാലത്ത് കൃത്യമായ അറിവാണ് പ്രവാസികളുടെ ഏറ്റവും വലിയ സംരക്ഷണം. നിയമപരമായ സുരക്ഷിതത്വം ഉറപ്പാക്കാനും സമയവും പണവും ലാഭിക്കാനും ഈ പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഓരോ പ്രവാസിയുടെയും ഫോണിൽ ഉണ്ടാകേണ്ടതുണ്ട്. സർക്കാർ സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന ഈ യുഗത്തിൽ ഡിജിറ്റൽ സാക്ഷരത നേടുന്നത് പ്രവാസ ജീവിതത്തിലെ അനാവശ്യ ആശങ്കകളും അടിയന്തര ഘട്ടങ്ങളിലെ കഷ്ടപ്പാടുകളും പൂർണ്ണമായും ഒഴിവാക്കാൻ സഹായിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.